ഇന്നിപ്പോഴേ ചെക്കന്മാരൊക്കെ പാടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടോ. അപ്പോൾ ചെറിയൊരു പരിപാടി, കോഴീനെ നമ്മളെ ഗ്രില്ലടിക്കാൻ പോവുകയാണ്. ഒരു കുപ്പി വൈനും കൊടുന്നുണ്ടോ, വൈന് മിക്സ് ചെയ്തിട്ട് ഗ്രില്ലടിക്കാൻ പോവുകയാണ്. അപ്പോൾ പുറത്ത് വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മഴയും കൊണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ വെച്ച് ചെയ്യാണ്. പോരെ. ഓക്കെ, കോഴീനെ നന്നായി കഴുകിയെടുക്കണം. നല്ല ക്ലീനാക്കണം കോഴീനെ. ഇവിടെ ചോരയും വേസ്റ്റൊക്കെ നല്ല ക്ലീൻ ചെയ്ത് വെക്കണം കോഴി. നമ്മളെ ഒരു 3 വട്ടം എല്ലാം കഴുകണം, എന്നിട്ട് വേണം പിന്നെ അവനെ മുറിക്കാൻ. മേലെ തൊപ്പയും കാര്യങ്ങളൊക്കെ മഴയും കൊണ്ടേ പുറത്തുള്ളൊരു പരിപാടി നടക്കണില്ല. അപ്പോൾ അതാണ് വീട്ടിൽ തന്നെ വെച്ചിട്ടുള്ള ആ പരിപാടി ആക്കിയത്. നമ്മളെ ചെറിയൊരു പരിപാടി അത്രേ ഉള്ളൂ. ഇനി നമുക്കേ ഇവിടെ സെൻറ്റർ പൊളിച്ച് ഒന്ന് പരത്തി അടിച്ച് പരത്താണ്ട് പോനെ അവിടെ കയറിയിട്ട് കാണിച്ചു തരാം. ആദ്യം നമുക്ക് എൻ്റെ കഴുത്താണ് മുറിച്ച് മാറ്റാം. അല്ല എൻ്റെ മുതുപുറം ഒന്ന് പൊളിച്ചു കൊടുക്കണം. എന്താ ചങ്കൊക്കെ ഉണ്ട്, ഇതൊക്കെ നമ്മൾ കറക്റ്റ് ക്ലീൻ ചെയ്തെടുക്കണം. വേവാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ലെഗ് പീസ് വേറെ തനിയെടുത്തിട്ടുണ്ട്. പിന്നെ നെഞ്ഞിൻ്റെ ഭാഗവും കൈഭാഗവും ഇത് വേറെ ഒറ്റ പീസൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. നമ്മളങ്ങനെ നീളത്തിൽ വരഞ്ഞു കൊടുക്കുക ചെയ്യണം. ഈ നെഞ്ഞിൻ്റെ ഭാഗം നമ്മൾ നീളത്തിൽ വരഞ്ഞു കൊടുക്കണം, അപ്പോഴേ അതിൽ കറക്റ്റായിട്ട് മസാല കയറുള്ളൂ. ഇവിടെ കാലൊക്കെ ഒന്നിങ്ങനെ വരഞ്ഞു കൊടുക്കുക. പിന്നെ നമുക്കേ അപ്പോൾ കോഴിക്കുള്ള മസാല ആക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ചട്ടിയിലേക്ക് ഇടാം. പിന്നെ നമ്മുടെ തൈര് നമുക്ക് ഏകദേശം അത് മുഴുവൻ ഒഴിക്കേണ്ടി വരില്ല, ഒരു അരപ്പാത്രം മതി, ബാക്കി ഇവിടെ ഇരിക്കട്ടെ. ഇത് നമ്മുടെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒന്ന് വറുത്തതാണ്. ഇത് നമുക്ക് കൊട്ടി കൊടുക്കാം. ഇത് നമ്മുടെ വലിയ ജീരകം, ചെറിയ ജീരകം, പിന്നെ കൊത്തമല്ലി എല്ലാം കൂടി പൊടിച്ചതാണ്. ഇതും കൊട്ടി കൊടുക്കാം. ഇത് വെല്ലുള്ളി, തക്കാളി, പച്ചമുളക്, പുതിന എല്ലാം കൂടി കൂട്ടി അരച്ച് വെച്ചാണ്. പിന്നെ ഇത് നമ്മുടെ സ്പെഷ്യൽ മസാലയാണ്. ഇതിപ്പോഴല്ല, കോഴി പകുതി വന്നിട്ട് തേച്ച് കൊടുക്കാനുള്ളതാണ്. ഇതിവിടെ ഇരിക്കട്ടെ. പിന്നെ ഉപ്പുണ്ട്, ഉപ്പ്. പിന്നെ ലാസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് അധികം ആവരുത്, പാകത്തിന് നോക്കിയിടുക. ഇത് ഒരു മാഗി ക്യൂബ് ഉണ്ട്, അത് നല്ല പൊടിച്ചിടണം. പിന്നെ നമ്മുടെ സ്പെഷ്യൽ സാധനമാണ് വൈനാണ്. ഇതൊരു കുറച്ച് വെച്ചാൽ മതി, പൊട്ടിക്കട്ടെ.
നല്ല മുന്തിരി വൈനാണ്. ഇത് നമ്മുടെ മസാലയിലേക്ക് ഒരു തുള്ളി ഒഴിച്ച് കൊടുക്കുക. അധികം ആവരുത്. ബാക്കി ഇവിടെ ഇരിക്കട്ടെ. അതുകൊണ്ട് വേറൊരു ആവശ്യമുണ്ട്. ഈ മസാല ഒപ്പം ഇവിടെ ഇരിക്കട്ടെ. ഈ മസാല നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മസാല നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ മാഗി ക്യൂബൊക്കെ നല്ല മിക്സായി വരണം. നമ്മുടെ വരഞ്ഞ് വെച്ച കോഴി ഇതാ കാണിച്ചു കൊടുത്ത കോഴീനെ ഒരു കോഴി 3 പീസാക്കിയതാണ്, 4 ആക്കിയിട്ടില്ല. നമ്മുടെ കോഴിയായിട്ട് കൊടുക്കാം. ഇനി ഇതിൽ നല്ല മസാല തിരുമ്പി പിടിപ്പിക്കണം. നമ്മളെ കളറൊന്നും അധികം ചേർത്തിട്ടില്ല. നമ്മുടെ നാടൻ മസാല മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ കളറൊന്നും ഇതിൽ കൂട്ടിയിട്ടില്ല. അവിടെ കുറച്ച് ചന്തൊക്കെ കമ്മി ഉണ്ടാവും. അപ്പോളേ നമ്മുടെ കോഴിയിൽ നല്ല മസാല തിരുമ്പി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 1.5 മണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ മസാല പിടിക്കാൻ. അപ്പോഴേക്കും നമുക്ക് അടുപ്പൊക്കെ സെറ്റാക്കാം. വാഴയിലയും കൊണ്ട് നല്ല മൂടി വയ്ക്കാം. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ പറമ്പിലേക്ക് പോകുന്നുണ്ട്. ചെക്കന്മാരവിടെ ആംബിയൻസ് പോരാന്നാണ് അറിയണേ. അപ്പം നമുക്ക് അടുപ്പോടെ സെറ്റ് ചെയ്യാം. ഇത് മുറ്റത്ത് പതിക്കട കട്ടൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് അടുപ്പുണ്ടാക്കാൻ. അപ്പോൾ 2 കട്ട ഇങ്ങനെ 3 ഭാഗത്ത് ഒരു 3 ദിവസം 2 ദിവസം കട്ട വെച്ച് കൊടുക്കാം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ സെറ്റപ്പ്. ഈ 3 ഭാഗത്ത് 2 കട്ട ഇവിടെ ഒരു കട്ടയും വെച്ചിട്ടുണ്ട്. നമുക്കേ കരി കെട്ടി കൂട്ടി വെക്കട്ടെ. കരിക്കവർ അയച്ചാലും കിട്ടുന്നില്ലല്ലോ. നല്ല മഴ വരുന്നുണ്ട്, എന്താ ഉണ്ടാവാന്ന് അറിയില്ല. അപ്പോൾ കരിയുമ്പോൾ അടുപ്പിക്ക് കൊട്ടി വെക്കാം. അവിടെ കല്ലേക്കേണ്ടി വരുമോ? നമുക്കേ തീ പിടിപ്പിക്കാൻ കറുപ്പ് ഇട്ട് കൊടുക്കാം. കർപ്പൂരം താഴത്തേക്ക് വായിക്കാൻ ലേശം 2 ഇല വെച്ച് കൊടുക്കട്ടെ. 2 റബ്ബറിൻ്റെ ഇല. നല്ല മഴയാണ്. ഇപ്പോൾ ആകെ മൂഞ്ചിരിക്കുകയാണ്. താർപ്പായ പിടിച്ച് നിൽക്കുകയാണ് ഇവിടെ. എന്താ ഉണ്ടാവുകയെന്ന് അറിയില്ല.
അതൊന്നും പെടുത്തുന്നു തോന്നുന്നില്ല. നല്ല മരുന്നാണ്. നമ്മളെ ഗ്രില്ലുമ്പോൾ കുറച്ച് എണ്ണ കൊടുക്കട്ടെ. പുതിയ ഗ്രില്ലാണ്. കുറച്ച് വെളിച്ചെണ്ണ ഉള്ളിലൊക്കെ തടവി കൊടുക്കണം. വെൽഡിങ്ങിൻ്റെ പിസറൊക്കെ ഉണ്ടല്ലോ, കൈ മുറിയും. അത് മതി. കണൽ ഏകദേശം ആയണ്ടോ? നമുക്കൊക്കെ പീസാണ് വെച്ച് കൊടുക്കാം. ഇത് മസാലയൊക്കെ കൂട്ടി ഇളക്കട്ടെ ഒന്നുകൂടി. കരിയൊന്നുമില്ല, വെള്ളാടി കച്ച കരി മസാല കരിയുള്ളൂ. വെള്ളാടി കച്ചപ്പോൾ മസാലയും കരിയുന്നത്. മറ്റേ മസാല ഒക്കെ കരിഞ്ഞു. നമ്മളെ ബ്രഷൊന്നും കൊടുന്നില്ല. നമ്മുടെ വാഴത്തണ്ട അടുത്തുണ്ട്, വാഴപ്പട്ടത്തണ്ട്. ഇതിങ്ങനെ ബ്രഷിൻ്റെ പോലെ നമ്മളിങ്ങനെ ചീന്തി കൊടുക്കുക. കത്തിയും കൊണ്ട് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ചീന്തി കൊടുക്കുക. നമ്മുടെ ബാക്കി കുറച്ച് മസാല ഉണ്ട്, ഇത് നമുക്ക് തേച്ച് കൊടുക്കാം കോഴിമേക്ക്. നമ്മുടെ വാഴൻ്റെ തണ്ടാണിത്. നമ്മൾ ആദ്യം കാണിച്ചെന്ന നമ്മുടെ സീക്രട്ട് മസാല, കാശ്മീരി മുളക് പൊടി എണ്ണയിട്ട് നല്ല ചൂടാക്കിയിട്ട് സോയാ സോസ്, തക്കാളി സോസ് എല്ലാം ഒഴിച്ചിടണം. ഇനി ഇതിൽ കുറച്ച് വൈൻ ഒഴിക്കണം. എന്നാ വൈൻ ഒഴിച്ചാൽ മതി മതി. അതിൻ്റെ മസാല നല്ല ഇളക്കി കൊടുക്കണം. നമ്മുടെ കോഴിയമ്മേ, കോഴി ഏകദേശം ആവാരായണോ, ഇതിങ്ങനെ തേച്ച് കൊടുക്കണം കോഴിയമ്മ. നല്ല മഴയാണ് വരുന്നത്. നമ്മളെ വേഗം നോക്കട്ടെ. ഇതൊന്ന് മറച്ച് വെച്ച് നോക്കാം നമുക്ക്. രണ്ട് പുറത്ത് നന്നായി തേച്ച് കൊടുക്കണം. രണ്ട് പുറത്ത് നമ്മൾ നന്നായി തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് പുറം ഒന്നുകൂടി ചൂടാക്കി എടുക്കുക, അടുത്ത മഴ വരാൻ്റെ മുന്നേ. അപ്പോൾ നമ്മുടെ വൈൻ കോഴി ഒന്ന് മറച്ചൊക്കെ കേട്ടോ.
തിരിച്ചും മറിച്ച് ഇങ്ങനെ വെച്ചെടുക്കണം പനെ ഓരോ ഭാഗത്ത് വെച്ചാൽ കരിയുള്ളൂ. ഒന്ന് വീശി കൊടുക്കട്ടെ. വീണ്ടും മഴ വന്നിറക്കാണ്. എന്തായാലും ഇപ്പം ഇന്ന് രാത്രിയാവും ഇത് കഴിയുമ്പോഴേക്ക്. എന്തായാലും ഉണ്ടാക്കി കാണിച്ചാൽ ഞങ്ങൾക്ക്. പിന്നെ നമ്മുടെ വൈൻ കോഴി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാം. അടുത്ത മഴ വരാൻ്റെ മുന്നേ ഇവിടെ വെച്ച് കഴിക്കാൻ പറ്റില്ല. നമുക്ക് വീട്ടിൽ പോയിട്ട് കഴിക്കാതെ നടക്കുള്ളൂ. നല്ല മഴ വരുന്നത്. എന്നാൽ പോരെ. അപ്പോൾ നമ്മളെ ഓടി വീട്ടിലെത്തിയിട്ടുണ്ട്. പെരും മഴയാണ് പുറത്ത്. പുറത്ത് ഒരു പരിപാടി നടക്കില്ല. എങ്ങനെ പാടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വൈൻ കോഴി എങ്ങനെ നോക്കി നോക്കാം. ലെഗ് പീസിനെ എടുത്ത് നോക്കാം. ആ സാധനം എന്താ വരുന്നുണ്ട്. സൂപ്പർ സാധനമാണ്. ആ കഴിച്ചോക്കാം. ആ നാരങ്ങ പോയി ഞാൻ മറന്നു. കുറച്ച് നാരങ്ങ പോയിട്ടെ. ഒക്കെ ധൃതിയിലേ ആകെ മറന്നു. അപ്പോൾ വൈൻ കോഴി കഴിക്കുമ്പോഴേ വൈൻ നിർബന്ധമാണ്. ശകരം വൈൻ ഒഴിക്കുക. ആ അത് മതി. 1.5 പെഗ് ഉണ്ടാവും. വൈൻ കോഴി കഴിക്കുമ്പോൾ എപ്പോഴും വൈൻ കുടിക്കണം. അത് വേണോ? വൈൻ വേണോ? വേണ്ട. ഉണ്ടാ നമ്മുടെ വൈൻ കോഴി എല്ലുമ്പന്നൊക്കെ ഉണ്ടാ വെട്ട് വരുന്നുണ്ട്. ഭയങ്കര വേവണ സാധനം. നല്ല വൈൻ്റെ ടേസ്റ്റും എല്ലാം അതിൽ നേരെ നിൽക്കുന്നുണ്ട്. അപ്പോഴേ നമ്മളത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോയിൽ മുഖം കാണിക്കാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇവിടെ വെച്ച് ഇത് പരിപാടി നിർത്തുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ് എന്തൊക്കെ ചെയ്യുക. അന്നത്തെ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്.